അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ കുട്ടിക്ക് അബോർഷൻ ചെയ്യാൻ പറ്റില്ല. അഥവാ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. അതുമാത്രമല്ല, പിന്നീട് വലിയ ഇഷ്യൂ ആയി. എന്തിനാണ് നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? ഡോക്ടറുടെ അരികിലാണ് രാജേഷും സീനത്തും. അത് തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒഴിവാക്കണം എന്നത് പറഞ്ഞുകൊണ്ടാണ് അവർ അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. ഡോക്ടർ, ഞങ്ങൾ ഒരുപാട് മെഡിസിൻ കഴിച്ചതാണ്. അപ്പോൾ മെഡിസിൻ കഴിച്ചത് കൊണ്ട് തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് മെഡിസിനാണ് നിങ്ങൾ കഴിച്ചത്? ഞങ്ങൾ ഗർഭം ഒഴിവാക്കാനുള്ള മെഡിസിൻ. ഡോക്ടർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ ചെയ്തത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ? എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് എത്ര ഏജായി? ഇപ്പോഴും ഒരു കുഞ്ഞ് വേണ്ടെന്നാണോ? സത്യം പറഞ്ഞാൽ സീനത്തിൻ്റെ ആ രൂപം കണ്ടിട്ട് ഡോക്ടർ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതെ, അവളുടെ പേര് അനുപ്രിയ എന്നായിരുന്നു അവൻ ഇട്ട പേര്. ലിസ്റ്റ് എഴുതാൻ സമയത്ത് പേര് ചോദിക്കുമ്പോൾ ഒരു നിമിഷം രാജേഷിൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് കിട്ടിയ പേര് എഴുതി. ഭർത്താവിൻ്റെ പേര് രാജേഷ്. അനുപ്രിയക്ക് എത്ര വയസ്സായി? എനിക്ക് 21. ഓക്കെ, ഇതാട്ടോ ഡോക്ടർ അവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവളുടെ ആ ഒരു വസ്ത്രധാരണവും കാര്യങ്ങളുമെല്ലാം. പർദ്ദ ഒഴിവാക്കി, ഹിജാബ് ഒഴിവാക്കി, എന്തിനേറെ തട്ടം വരെ ഒഴിവാക്കി. അവൾ ചെറിയൊരു ഡ്രസ്സിൽ അവൾ ഒരു ഹിന്ദു കുട്ടിയെപ്പോലെ ഒരു ഷാൾ മാത്രം ജസ്റ്റ് കഴുത്തിലൂടെ ഇട്ട്, ഒരു പക്ഷേ അറിയുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തലയിലിടാനായിരിക്കോ അതോ അവളുടെ ആ മുഖം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവർ ശരിക്കും ഞെട്ടി. ഈ കുട്ടിക്ക് ഈ ഒരു ഗർഭം ഒഴിവാക്കുന്നത് അത്ര നല്ലതല്ല. അഥവാ ഇത് മെയിൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. എന്തെങ്കിലുമൊക്കെ ആയിത്തീരും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസവിച്ചിട്ട് മക്കളില്ലാത്ത ആളുകൾക്ക് കൊടുത്തൂടെ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു കുഞ്ഞിനെ വെറുതെ കളയുന്നത്? ഏകദേശം 4 മാസം കഴിഞ്ഞു. ഇത് 5-ാം മാസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ വളർച്ച ഏകദേശമൊക്കെ ആയി തുടങ്ങുന്ന സമയം. പിന്നെ കുഞ്ഞിനെ അനക്കം ചെറുതായിട്ട് വെച്ചിരിക്കുന്നു. പിന്നെ കുഞ്ഞിൻ്റെ അവയവങ്ങളുടെ വളർച്ചയിലേക്കാണ് ഇനി അത് കടക്കുന്നത്. തികച്ചും ഡോക്ടർ പരിശോധിച്ചപ്പോൾ തന്നെ അതാണ് പറഞ്ഞത്. ജസ്റ്റ് ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം. സ്കാനിങ് ചെയ്ത ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ ഒഴിവാക്കുന്നത്? നിങ്ങൾ അനുപ്രിയ, രാജേഷ്, എത്രയോ മക്കളില്ലാത്ത ആളുകളുണ്ട്. ഒരു 5 മാസം കൂടി നിങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് ദാനം ചെയ്തൂടെ? പെട്ടെന്ന് രാജേഷിൻ്റെ കച്ചവട കണ്ണുകൾ അവളുടെ അടുത്തേക്ക്. അനുപ്രിയ, ഡോക്ടർ പറഞ്ഞത് കേട്ടോ, ദാനം ചെയ്താൽ ക്യാഷ് എത്ര കിട്ടും ചോദിക്ക്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, എൻ്റെ കുഞ്ഞിനെ കച്ചവടം ചെയ്യേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഡോക്ടറുടെ ആ ഒരു വാക്ക് കേട്ട് അവർക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല. എന്താ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? വെറുതെ കുഞ്ഞിനെ കൊല്ലണ്ട. ആ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്ക്, ഞാൻ വളർത്തിക്കോളാം. എനിക്കും കുഞ്ഞുങ്ങളില്ല. ശരിയാണ്, ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. എല്ലാം ശരി തന്നെയാണ്. ഓക്കെ, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം ആ കുഞ്ഞിനെ. എന്താ? എന്നാൽ അനുപ്രിയ അത് പറയുകയായിരുന്നു. അത് കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. കുഞ്ഞ് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അങ്ങനെ വന്നാലോ, അംഗവൈകല്യമുള്ള കുട്ടികളൊക്കെ ആയി തീർന്നാലേ എന്നെക്കൊണ്ട് കഴിയില്ല കേട്ടോ എന്നെ നോക്കാനേ. കുട്ടി, കുഞ്ഞിനൊരു കുഴപ്പമില്ല. വെറുതെ നിങ്ങൾ ഈ കുഞ്ഞിനെ, ഞാനൊരു ഡോക്ടറല്ലേ, എനിക്കിത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഈ കുഞ്ഞിനെ തന്നേക്കോ. കാരണം നിങ്ങൾ ഈ കുഞ്ഞിനെ വെറുതെ ഒഴിവാക്കണ്ട. വെറുതെ എന്തിനാ അബോർഷനാക്കുന്നത്? അതെ, നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്ലാനിങ്. എന്നാൽ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു. നിങ്ങൾക്കിത് ആദ്യത്തെ കുഞ്ഞല്ലേ? നിങ്ങൾക്ക് എത്ര വയസ്സായി രാജേഷിന്? എനിക്ക് 30 കഴിഞ്ഞ് 31. 32 പ്രായമായ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ സമയമായില്ല? ആയിട്ടുണ്ടല്ലോ, എത്രയോ ആയിട്ടുണ്ട്. അവൾക്ക് 21, നിങ്ങൾക്ക് 31.
അപ്പോൾ ഈ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും തീർച്ചയായിട്ടൊരു കുഞ്ഞുണ്ടാകുന്ന സമയമാണ്. 5 മാസം കൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കിട്ടൂലേ? എന്തിനാണ് വെറുതെ ഒരു കുഞ്ഞു ഇല്ലായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് പൈസ മുടക്കി ചികിത്സിക്കുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ അടുക്കൽ എത്ര വരാറുണ്ട് വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. നിങ്ങൾ ദയവായി ഒരു 5 മാസം കൂടി ക്ഷമിച്ച് ഈ കുഞ്ഞിനെ ഇവിടെ പ്രസവിച്ച് ഇവിടെ തന്നെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ കുഞ്ഞിനെ ഏറ്റെടുത്തോളും. എന്താ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു എന്താ, അല്ലാതെ ഇതെടുത്തു കളഞ്ഞാൽ തീർച്ചയായും കുട്ടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിയുടെ കാര്യം ഓക്കെ അത് നശിച്ചു പോകും. പക്ഷേ അത് വഴി കുട്ടിയുടെ മാതാവിന് വലിയൊരു കേട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണിത്. പിന്നെ 5 മാസം 6 മാസമായ കുട്ടികളെയൊന്നും ഞങ്ങൾ അങ്ങനെ അബോർഷൻ ചെയ്യാറില്ല. ആണെങ്കിൽ തന്നെ ഞങ്ങൾ 3, 4 4 2, 3 ആകുമ്പോഴാണ് ഞങ്ങളിത് ചെയ്ത് കൊടുക്കാറുള്ളത്. അത്രക്കും എമർജൻസി ആയെങ്കിൽ മാത്രം എന്തെങ്കിലും പ്രോബ്ലംസ്, ഒന്നുകിൽ കുഞ്ഞിൻ്റെ മാതാവിന് ഗർഭപാത്രത്തിന് ശേഷിയില്ല, കുഞ്ഞിനെ കൊണ്ടു നടക്കുവാനുള്ള ശേഷിയില്ല, ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തീർച്ചയായും എന്താ ബ്ലീഡിങ് കാര്യങ്ങൾ വരുമ്പോൾ ഗർഭപാത്രത്തിൽ മുഴ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കേസുകൾ ഞങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷെ ഒരു കുഴപ്പമില്ലാത്ത തികച്ചും ആരോഗ്യവാനായൊരു കുഞ്ഞാണ് നിങ്ങളുടെ വയറ്റിലുള്ളത്. ഈ ഒരു കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതല്പം റിസ്ക്കാണ്. പിന്നെ ദൈവം എന്നൊരാളുണ്ട് കേട്ടോ, അത് നിങ്ങൾ മറക്കരുത്. ജാതി ഏതായാലും മതമേതായാലും എല്ലാം തരുന്നത് ദൈവമാണ്. നമ്മൾ തരുന്ന അനുഗ്രഹങ്ങൾ പിടിച്ച് പറിച്ച് ചീന്തി കളയുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ അതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ. പെട്ടെന്ന് രാജേഷ് എഴുന്നേറ്റു. ഡോക്ടർ, മതകാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഡോക്ടർ നിസ്സഹായനെ പറഞ്ഞു. സഹോദര, നിങ്ങളുടെ കുഞ്ഞാണ്, എനിക്കിതിലൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രായമായ കുഞ്ഞിനെ നിങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഒഴിവാക്കുമെന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ എനിക്കൊരു ലാഭം നഷ്ടമില്ല. നിങ്ങൾ എന്നിട്ട് 5 മാസം വരെ ഇവളെ ഇവിടെ നിർത്തി പ്രസവിപ്പിച്ചത് കുഞ്ഞിനെ അങ്ങ് എടുത്തു കൊണ്ടുപോകാനായിരിക്കും അല്ലേ? സാറേ, ഒക്കെ ഓക്കെ, എത്ര പ്രതിഫലം തരും അത് പറ. എൻ്റെ ഈ ഒരു കുഞ്ഞിന് നിങ്ങൾ എത്ര ലക്ഷം തരും അത് പറ. അത് കുറഞ്ഞ രീതിയിലൊന്നല്ല, ഒരു കുഞ്ഞാണിത്. കുറഞ്ഞ ലക്ഷത്തിനൊന്നും രാജേഷ് തരില്ല. സത്യം പറഞ്ഞാൽ ആ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സഹോദര, എനിക്ക് വേണമെന്ന് കരുതിയിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ കുഞ്ഞിനെ നശിപ്പിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തുവിടെന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഒരിക്കലും ഞാനൊരു ബിസിനസ്, ഞങ്ങൾക്കത് പാടില്ല. ഇവിടെ ആണാണെന്നോ പെണ്ണാണെന്നോ കുഞ്ഞ് അതും പറയാൻ പാടില്ല. അത് ഭയങ്കര ശിക്ഷയാണ്. ഞങ്ങളുടെ ജോലി പോകുന്ന കേസാണിത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാനേ പാടില്ല. എന്നാൽ സീനത്തിൻ്റെ വയറ്റിൽ നിന്ന് അതാ ആ കുഞ്ഞ് അനക്കം തുടങ്ങിയിരിക്കുന്നു. അതിന് റോഹിട്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിളായ ഷെഫി ഉസ്താദിൻ്റെ കുഞ്ഞാണ് ആ വയറ്റിനുള്ളിലുള്ളത്. അതുപോലും അവൾ മറന്നുപോയി. ഇതിപ്പോൾ വല്ലാത്തൊരു വണ്ടി വലിയായിപ്പോയല്ലോ. വേണ്ടില്ലായിരുന്നു ഇതൊക്കെ. അതൊക്കെ ആദ്യമേ ഇത് ലേറ്റായി ഇപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വൈകിപ്പോയി. ഇതാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായത്. അനു രാജേഷിൻ്റെ വിളി സ്നേഹത്തോടെ. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ? ഈ കുഞ്ഞിനെ നമുക്ക് ഡോക്ടർക്ക് കൊടുക്കാം. നമുക്ക് കുഴപ്പമില്ലാത്ത സംഖ്യ ചോദിക്കാം. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ക്യാഷിന് വേണ്ടിയിട്ട് എന്നെ ഇപ്പോഴേ വിൽപ്പന തുടങ്ങിയോ? എൻ്റെ കുഞ്ഞിനെ വിറ്റിട്ടാണോ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കുന്നത്? നീ ഒന്ന് മനസ്സിലാക്ക്. വേണ്ട, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഒരിക്കലും. എനിക്ക് ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ നോക്കാനുള്ള ശക്തിയില്ല. എനിക്കിഷ്ടമല്ല. അപ്പോൾ തന്നെ ഒന്ന് എൻജോയ്മെൻറ്റ് ചെയ്യട്ടെ, ഒന്ന് ജീവിതം ആസ്വദിച്ച് വരുമ്പോഴേക്കും അപ്പോഴേക്കും കൊച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് നീ കേൾക്കണം. രാജേഷിൻ്റെ ആ വാക്കുകൾ ശക്തമായിരുന്നു. എന്താ രാജേഷ് നീ പറയുന്നത്? അനുപ്രിയ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ തീരൂ. എനിക്ക് ക്യാഷിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നീ ഗർഭസ്ഥ ശിശുവായിട്ട് തന്നെ വളർത്തണം. ഒരിക്കൽ പോലും കുഞ്ഞിനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ശരിക്കും രാജേഷിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അനുപ്രിയ എന്ന സീനത്തെ ഒരു നിമിഷം, രാജേഷ് അപ്പോൾ എന്നോട് പറഞ്ഞത് എൻജോയ്മെൻ്റ് ഉള്ള സുഖസുന്ദരമായ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട്, സുഖസുന്ദരമായ ജീവിതം ഓക്കെ, എല്ലാത്തിനും പണം വേണ്ട. പണം എവിടെ നിന്ന്? നിൻ്റെ കുഞ്ഞിനെ വിറ്റിട്ട് വേണം നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്ത് ജീവിക്കാൻ. അതിനെ സമ്മതിക്കില്ല. എൻ്റെ കുഞ്ഞിന്
വിൽക്കേ, എന്തൊക്കെയാ പറയുന്നത്? അതെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? നീ പറ, എന്ത് ചെയ്യണം അത് പറ. കുഞ്ഞിനെ കൊല്ലാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇനി അഥവാ കൊല്ലുകയാണെങ്കിൽ തന്നെ നിനക്ക് വലിയ പ്രശ്നമായി തീരും. എനിക്ക് വിഷയമൊന്നുമില്ല, നിനക്ക് പ്രശ്നമായി ഞാൻ നിന്നെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകലായിരിക്കും. സത്യം പറഞ്ഞാൽ രാജേഷിൻ്റെ സ്വഭാവം പതുക്കെ പതുക്കെ സീനത്ത് എന്ന അനുപ്രിയയ്ക്ക് മനസ്സിലായി തുടങ്ങി എന്ന് തോന്നി. എന്തു പറയുന്നത്? അതെ, നീ ഈ കുഞ്ഞിനെ വളർത്തണം, കൊല്ലരുത്. ഒരു 4 മാസം ഏകദേശം വരുള്ളൂ, 4-4.5 മാസത്തോളം ഈ കുഞ്ഞിനെ നീ വയറ്റിലിട്ട് വളർത്തിയിട്ട് പ്രസവിച്ചിട്ട് ഈ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോകണം. ഒരിക്കലും നീ ആ കുഞ്ഞിൻ്റെ ഒരു അമ്മയല്ല, ഉമ്മയല്ല, ആരുമല്ല, നീ പ്രസവിച്ചിട്ടുമില്ല. ആ കുഞ്ഞ് പിന്നെ മറ്റാരുടെയൊക്കെയോ കൈകളിൽ വളരും, മറ്റാരുടെയൊക്കെയോ കുട്ടിയായി തീരും. എന്താ, നിനക്ക് പറ്റുമോ? അവൾ ഒരു നിമിഷം പുറത്തേക്ക് വെറുതെ നോക്കി കണ്ണുനീരൊലിപ്പിച്ചു. എൻ്റെ സുഖസുന്ദരമായ ജീവിതം, ഞാൻ ആഗ്രഹിച്ച ജീവിതം, അതെല്ലാം അതാ ഇല്ലാതാക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊരു ജീവിതമല്ല. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ മുലപ്പാൽ പോലും കുഞ്ഞിന് കൊടുക്കണ്ട. എന്തിന്? അവൾ പ്രസവിച്ച് പെറ്റിട്ട് ഉപേക്ഷിച്ച് പോകുക. എന്താ, പറ്റില്ലേ? ഒരു നിമിഷം അവളുടെ മാതൃഹൃദയം ഒന്ന് പിടച്ചു. ഇല്ല, അല്ലാഹ് എന്ന് പേര് വിളിക്കാൻ എനിക്ക് അവകാശമില്ല, അധികാരമില്ല. എല്ലാവരും ഉപേക്ഷിച്ചതാണ്, എല്ലാവരും ഉപേക്ഷിച്ച് ഞാനും പോകുന്നതാണ്. എന്തെന്നറിയില്ല, സീനത്തിനത് കേട്ടപ്പോൾ തൻ്റെ വയറിന്മേൽ അറിയാതെ അവളുടെ കൈകൾ ചെന്നു. അതാ തൻ്റെ കുഞ്ഞനങ്ങുന്നു. ആ ഒരു അനങ്ങുമ്പോൾ ഏതൊരു അമ്മമാർക്കും ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അവളിലും വന്നു. ഒരു നിമിഷം രാജേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ആ കുഞ്ഞ് അതിനെ വളർത്തണം, എന്നിട്ട് പ്രസവിച്ചിട്ട് അതിനെ ഇവിടെ ഉപേക്ഷിക്കണം. എന്നിട്ട് ആ ഒരു ക്യാഷുമായി ഞാനും നീയും വീണ്ടും എൻജോയ്മെൻറ്റിൻ്റെ ലോകത്തേക്ക് കിടക്കും. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയായി അല്ലേ? എങ്ങനെയുണ്ട്? മറ്റൊന്നുമില്ലാതെ ലക്ഷങ്ങൾ കൊയ്യാനുള്ള ഏക ഉപാധി ഇത് മാത്രമായിരുന്നു. ഡോക്ടർ അത് പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് അതിനുവേണ്ടി എനിക്ക് ഒരുങ്ങേണ്ടി വന്നു. എൻ്റെ ലക്ഷ്യം ജീവിതസുഖം മാത്രമല്ല, പണം കൂടിയാണ്. അത് അനുപ്രിയ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞാൽ അവൾ തൽക്കാലം അവളുടെ കൊച്ചിനെ വെച്ചങ്ങ് ക്യാഷ് ഉണ്ടാക്കാം. അതുമാത്രമല്ല, മാസാമാസം ആ കൊച്ചിനെ കൊടുത്തതിനുള്ള സാലറി അത് വേറെയും വാങ്ങണം. രാജേഷിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. കൊച്ചിനെ കൊടുക്കണമെങ്കിൽ തന്നെ ഡോക്ടർക്ക്, നല്ല ജോലി ഉള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം. അതല്ല എങ്കിൽ എനിക്ക് ലക്ഷ്യങ്ങൾ കിട്ടില്ല. അതെ, ആ കുഞ്ഞിനെ വെച്ച് ലക്ഷ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കണം. ചിരിച്ചുകൊണ്ട് അതാ രാജേഷ് അനുപ്രിയയുടെ അരികിലേക്ക്. അനുപ്രിയ, അനു, സീനത്തെ, ഞാൻ നിന്നെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് നിനക്ക് വിരോധം എന്തെങ്കിലും ഉണ്ടോ? ഡോക്ടർക്ക് പിന്നെ എന്ത് പേര് പറഞ്ഞെടുക്കും? സീനത്തെന്ന് പറഞ്ഞാൽ അവർ സംശയിക്കൂലേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചത്. അനു എന്ന് വിളിച്ചോട്ടെ. അനു. ഏട്ടാ, അപ്പോൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നില്ല അല്ലേ? ഇല്ലടി, നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് നിൻ്റെ ഗർഭം, അത് മറക്കരുത്. മാസാമാസം ചോദിച്ചു നോക്കണം ആ കുഞ്ഞിനെ കൊടുത്തതിനുള്ള പ്രതിഫലം. അങ്ങനെ നമുക്ക് 2 പേർക്കും സുഖസുന്ദരമായി ജീവിക്കാം. എങ്ങനെയുണ്ട്? നിനക്ക് കുഞ്ഞിനെ നോക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. പകരമായിട്ട് നിനക്ക് ഞാനുണ്ടാവും നിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും. എന്താ, നിനക്ക് സമ്മതമല്ലേ? സമ്മതമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓക്കെ പറയണം. നമുക്കൊരു ഡിമാൻഡിൽ, ഒരു കരാറിലെത്തണം. അതെ, ഇനി 4.5 മാസത്തോളമുള്ള നിൻ്റെ ഗർഭം അത് ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്യുന്നു, പരിശോധിക്കുന്നു, ഡേറ്റ് ആകുന്നു. ഒരു പക്ഷേ സിസേറിയൻ ആയിരിക്കും, അല്ലെങ്കിൽ സുഖപ്രസവം. ഏതാ നല്ലത് എന്ന് വെച്ചാൽ നിനക്ക് തിരഞ്ഞെടുക്കാം. അത് കഴിഞ്ഞ് കുഞ്ഞിനെ നീ കാണുന്നേയില്ല. നിൻ്റെ ആ മുഖം കൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുവാനേ പാടില്ല, നോക്കിക്കഴിയരുത്. ഒരു പക്ഷേ നീ കണ്ടാൽ ആ കുഞ്ഞിനെ നീ എടുക്കും, നീ നിൻ്റെ നെഞ്ചോട് ചേർക്കും. അത് പാടില്ല. സീനത്തിന് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുകയുമില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എങ്ങനെയുണ്ട്? രാജേഷിൻ്റെ ആ വാക്ക് കേട്ട് സീനത്ത് അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നല്ലാതെ വേറൊന്നും പറയാൻ അവൾക്കായില്ല. എന്തൊക്കെയാണ് പറയുന്നത്? അതെ, കുഞ്ഞു മതി, ആ കുഞ്ഞു മതി നമ്മുടെ ജീവിതം അടിപൊളിയാക്കാൻ. എങ്ങനെയുണ്ട്? നിൻ്റെ കൂടെ ജീവിച്ചിട്ടില്ല ഞാൻ ശരിക്ക്. ഈ ഗർഭം കാരണം എനിക്ക് മര്യാദയ്ക്ക് നിന്നിലേക്കൊന്ന് അലിഞ്ഞു ചേരാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്രക്കും എനിക്ക്
വെറുപ്പുള്ള സംഭവമായിരുന്നു ഇത്. പക്ഷേ ഇപ്പോഴെനിക്ക് സന്തോഷമാണ്, സന്തോഷം മാത്രം. സീനത്തിനെ അതാ അവൻ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, നീ എനിക്ക് ഭാഗ്യമാണ്. അതെ, നിൻ്റെ കുഞ്ഞും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണാവസരമാണ് ഇത് തുടങ്ങുന്നത്. വാ, നിനക്ക് വേണ്ടത് എന്തും ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ അതാ അവൾക്ക് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം അവൻ വാങ്ങിക്കൊടുക്കുന്നു. അവളെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കുഞ്ഞിനെ നല്ല പുഷ്ടിയുള്ള കുഞ്ഞാക്കി വളർത്തണം. ഓപ്പറേഷൻ ആയാലും വേണ്ടില്ല, കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുക്കണം, പകരമായിട്ട് ലക്ഷങ്ങൾ വാങ്ങണം. പക്ഷേ ഇത് പുറം ലോകം ആരും അറിയാൻ പാടില്ല. ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു കേസായി മാറും. സ്വന്തം മാതാപിതാക്കൾ കുഞ്ഞിനെ വിറ്റു എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിലും ആരുടെ കുഞ്ഞത്? എൻ്റെ അല്ലല്ലോ, അവളുടെ മറ്റവൻ്റെ കുഞ്ഞ്. എനിക്ക് ഒരു വിഷമമില്ല. ആ കുഞ്ഞ് നശിച്ചു പോയാലും കുഴപ്പമില്ല, ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ക്യാഷ് മതി. രാജേഷിന് ക്യാഷ് മാത്രം മതി. അവൻ്റെ ആ ദുഷ്ടചിന്തകൾ അതാ പെരുകുന്നു. പാവം ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ഒരുപാട് ദുആ ചെയ്തതാണ്. ഒരു പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ ആ പ്രാർത്ഥന കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു അവസ്ഥ വന്നത്? നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി എന്തൊക്കെയായി തീരും അവരുടെ ജീവിതങ്ങൾ, ഇൻഷാ അല്ലാഹ്. എന്നാൽ ഈ സമയം അതാ പ്രിയപ്പെട്ട ഉമ്മയും അമ്മായിയും തൻ്റെ ഉസ്താദും ഭാര്യയും മക്കളും പരിശുദ്ധ മക്കയിലേക്ക് ഉംറ ചെയ്യുവാൻ വരുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഷെഫി ഉസ്താദ്. കൂട്ടത്തിൽ സെയ്ഫ് അറബിയുടെയും ഫർസാനയുടെയും നിക്കാഹ്. ആ ദിവസത്തിന് വേണ്ടി ഷെഫി ഉസ്താദ് കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് ഉമ്മ വരുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമുക്ക് നാളെ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.